സത്യം വിജയിക്കും. ജഗൻ, ശോഭാ സുരേന്ദ്രനും ആന്റോ ആന്റണിയും രമ്യ ഹരിദാസും സന്ദീപ് വാര്യരും ഒക്കെ എന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചു. എന്താവശ്യമുണ്ടെങ്കിലും സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേക നന്ദി. ശബ്ദം ആരുടേതാണ് എന്ന് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയാം. അത് ഷാജൻ സ്കറിയുടേതാണ്. മറുനാടൻ മലയാളിയുടെ മേധാവി ഷാജൻ സ്കറിയുടേത്. അദ്ദേഹം പറയുന്നതാണ് പ്രേക്ഷകർ കേട്ടത്. എന്താണ് പറഞ്ഞത്? ഒന്നുകൂടി കേൾക്കണമെങ്കിൽ കേൾക്കാം. സത്യം വിജയിക്കും. ജഗൻ, ശോഭാ സുരേന്ദ്രനും ആന്റോ ആന്റണിയും രമ്യ ഹരിദാസും സന്ദീപ് വാര്യരും ഒക്കെ എന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചു. എന്താവശ്യമുണ്ടെങ്കിലും സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേക നന്ദി. ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാകും പറയുന്നത് എന്താണ് എന്ന്. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും സ്നേഹം. എന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചവർ ആരൊക്കെയാണ് എന്ന് ഷാജൻ സ്കറിയ വെളിപ്പെടുത്തുകയാണ്. അതിലൊന്ന് ആന്റോ ആന്റണി. ആരാണ് ആന്റോ ആന്റണി? നിയുക്ത KPCC പ്രസിഡന്റ്. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് കണ്ടെത്തിയ ആൾ. അദ്ദേഹം അടുത്ത് തന്നെ KPCC പ്രസിഡന്റ് ആകും. ഒരു പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെയൊന്നും മാറ്റാൻ കഴിയില്ല എന്ന്. ഇപ്പോൾ സുധാകരന് വേണ്ടി വലിയ തോതിൽ നാടുനീളെ പോസ്റ്ററുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോസ്റ്ററുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: സുധാകരനെ മാറ്റിയാൽ കോൺഗ്രസിൽ തമ്മിലടി ഉറപ്പാണ് എന്ന്. എന്നാൽ ഇതൊന്നും വകവെക്കാൻ ഹൈക്കമാൻഡ് തയ്യാറല്ല. ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടുണ്ട് ആന്റോ ആന്റണിയെ KPCC പ്രസിഡന്റ് ആക്കാൻ. ആ ആന്റോ ആന്റണിയാണ് ഷാജൻ സ്കറിയക്ക്, മറുനാടൻ മലയാളിക്ക് പിന്തുണയുമായി വന്ന ഒരാൾ. പറയുന്നത് ഷാജൻ സ്കറിയ തന്നെയാണ്. തെറ്റാണെങ്കിൽ അത് തിരുത്തേണ്ടത് ആന്റോ ആന്റണിയാണ്. ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല, പിന്തുണ അറിയിച്ചിട്ടില്ല എന്ന് പറയേണ്ടത്. എന്താണ് സന്ദർഭം? ഷാജൻ സ്കറിയെ, മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിന്റെ മേധാവിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പരാതിയെ തുടർന്ന്. ആരാണ് പരാതി നൽകിയിരിക്കുന്നത്? വിദേശ വനിതയാണ്. വിദേശ വനിത നൽകിയ പരാതിയിൽ, തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ പരാതിയിൽ ഷാജൻ സ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് ജാമ്യം ലഭിച്ചപ്പോഴൊക്കെ ആളുകൾ വിളിച്ച് പിന്തുണ അറിയിച്ചു. ആരൊക്കെ എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അതിൽ ഒന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ആന്റോ ആന്റണി. രണ്ടാമത്തെ ആൾ രമ്യ ഹരിദാസ്. മുൻ MP ആണ്, കോൺഗ്രസിന്റെ നേതാവാണ്. രമ്യ ഹരിദാസ് അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കുപ്പായമിട്ട് കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ്. ആ രമ്യ ഹരിദാസ് പിന്തുണ അറിയിച്ച് തന്നെ വിളിച്ചു എന്ന് പറയുന്നത് ഷാജൻ സ്കറിയ തന്നെയാണ്. 2 കോൺഗ്രസ് നേതാക്കൾ. ഇനിയുള്ളത് 2 BJP നേതാക്കളാണ്. ആരൊക്കെയാണ്? ശോഭാ സുരേന്ദ്രനും ഷാജൻ സ്കറിയെ വിളിച്ച് പിന്തുണ അറിയിച്ചു. സ്വാഭാവികമാണ്. ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ ആദ്യം ഷാജൻ സ്കറിയക്ക് വേണ്ടി പ്രസ്താവനയുമായി രംഗത്ത് വന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, രാജീവ് ചന്ദ്രശേഖറാണ്. മറുനാടൻ മലയാളി RC എന്ന ഓമന പേരിൽ വിളിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നു. മാധ്യമങ്ങൾക്ക് അദ്ദേഹം പ്രസ്താവന നൽകി. പരസ്യമായിട്ട് തന്നെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത് ഷാജൻ സ്കറിയക്ക്. സ്വാഭാവികമാണ്. BJPക്ക് വേണ്ടി, സംഘപരിവാറിന് വേണ്ടി നിരന്തരം വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണ് ഷാജൻ സ്കറിയ. അതുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരും. BJPയുടെ കേരളത്തിലെ സമുന്നത നേതാവ് ശോഭാ സുരേന്ദ്രൻ പിന്തുണ അറിയിച്ച് രംഗത്ത് വരും. മറ്റൊരാൾ സന്ദീപ് വാര്യറാണ്. സന്ദീപ് വാര്യർ ആലോചിച്ച് നോക്കണം. സന്ദീപ് വാര്യർ പഴയ RSS BJP നേതാവാണ്. ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്ന ആളാണ്. കോൺഗ്രസിന്റെ നിയുക്ത സംസ്ഥാന അധ്യക്ഷന് തന്നെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരാമെങ്കിൽ ഇന്നലെ വരെ BJP ആയിരുന്ന, ഇന്ന് കോൺഗ്രസ് ആയി മാറിയിരിക്കുന്ന സന്ദീപ് വാര്യർക്ക് പിന്തുണ അറിയിച്ചുകൂടെ എന്ന ചോദ്യം ചോദിക്കാം. തീർച്ചയായും പിന്തുണ അറിയിക്കാം. പിന്തുണ നൽകേണ്ടതാണ് സന്ദീപ് വാര്യറും. അപ്പോൾ ആരൊക്കെയാണ് കൂട്ടത്തിൽപ്പെട്ടിരിക്കുന്നത്? ശോഭാ സുരേന്ദ്രൻ, ആന്റോ ആന്റണി, രമ്യ ഹരിദാസ്, സന്ദീപ് വാര്യർ. നല്ല കൂട്ടായ്മയാണ്. ഇവരാണ് ഷാജൻ സ്കറിയക്ക് പിന്തുണ അർപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ BJPക്ക് വേണ്ടി, സംഘപരിവാറിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരം വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്ന, ഇടതുപക്ഷ വിരുദ്ധ നിലപാട് ശക്തമായി തുടരുന്ന ഷാജൻ സ്കറിയക്ക് പിന്തുണയുമായി വന്നിരിക്കുന്ന ആളിൽ ഒരാൾ നിയുക്ത KPCC പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്ന ആൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. BJPയുടെ സമുന്നത നേതാവായ ശോഭാ സുരേന്ദ്രനുമുണ്ട് പിറകിൽ തന്നെ. അതോടൊപ്പം സന്ദീപ് വാര്യരുണ്ട്. കോൺഗ്രസ് നേതാവായ
രമ്യ ഹരിദാസുമുണ്ട് എന്നോർക്കണം. എന്ന് വെച്ചാൽ എന്താണ് ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം? ഒന്ന്, സ്വാഭാവികമായും സംഘപരിവാർ അനുകൂല മനസ്സാണ്. രണ്ട്, CPM ഇടതുപക്ഷ വിരുദ്ധ മനസ്സാണ്. ഇതാണ് ഇവരെ കൂട്ടിയോജിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് ഷാജി സ്കറിയക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ ആന്റണിക്ക് മടിയില്ലാതാകുന്നത്, രമ്യ ഹരിദാസിന് ഒരു ചമ്മലുമില്ലാതാകുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയും. ഏതായാലും ആന്റണി KPCC പ്രസിഡന്റ് ആകുമോ ഇല്ലയോ എന്നതൊക്കെയുള്ള സംശയമുണ്ട്. കെ സുധാകരൻ ഇതുവരെയും പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല. ഹൈക്കമാൻഡിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പോരാട്ടം. ദീപാദാസ് മുൻഷിയാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ മൊത്തം പ്രശ്നങ്ങൾ അവരെ മാറ്റണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരനെ പിന്തുണക്കുന്ന ഒരു വിഭാഗം. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത അനുസരിച്ച് MP-മാർ ഹൈക്കമാൻഡ് കത്തയച്ചിട്ടുണ്ട് എന്നും വാർത്തകൾ വരുന്നുണ്ട്. KPCC പ്രസിഡന്റിനെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ചാൽ പോരാട്ടം നടത്തുകയാണ്. ഹൈക്കമാൻഡിനെതിരെയാണ് കെ സുധാകരന്റെ പോരാട്ടം. കെ സുധാകരനെ മാറ്റണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. മാറില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. മാറ്റും എന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. സമയമാകുമ്പോൾ തീരുമാനം വരുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നത്. AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലും പറയുന്നത് അതുതന്നെയാണ്. പക്ഷെ തീരുമാനം വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കെ സുധാകരൻ പോരാട്ടത്തിലാണ്. അങ്ങനെ കെ സുധാകരനെ മാറ്റി പകരം കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന ആന്റണിയുടെ മനസ്സ് എന്താണ്, ആന്റണി എവിടെയാണ് നിൽക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം ഷാജി സ്കറിയക്ക് നൽകിയിരിക്കുന്ന പിന്തുണ. ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ കാസ എന്ന വിഭാഗമുണ്ട്. കാസ എന്ന് പറയുന്നത് സംഘപരിവാർ അനുകൂല നിലപാടെടുക്കുന്ന ക്രൈസ്തവ മതവിഭാഗത്തിലെ ഒരു സംഘടനയാണ്. ആ കാസയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആന്റണിയെ KPCC പ്രസിഡന്റ് ആക്കുന്നത് എന്ന ചർച്ച ഇതിനുമുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. സഭ നേരിട്ട് ഇടപെട്ടിട്ടാണ്, ക്രൈസ്തവ സഭ നേരിട്ട് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയിട്ടാണ് ആന്റണിയുടെ പേര് പറഞ്ഞത് എന്നും അല്ലെങ്കിൽ ആന്റണിയെ തീരുമാനിച്ചത് എന്നുമുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് ആന്റണി ഷാജി സ്കറിയക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നത്, മറുനാടൻ മലയാളിക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നത് എന്നോർക്കണം. രാഷ്ട്രീയം വ്യക്തമാണ് എന്നർത്ഥം.